ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷയും ഹരിതയും കൂടി സംസാരിക്കുന്നത് അപ്പുറത്ത് നിന്ന് മല്ലികാക്കയും അതുപോലെ അഞ്ജുവും കേൾക്കുന്നത് പോലെ തന്നെ ശിവയും കേൾക്കാട്ടോ ചെയ്യുന്നത്. ശിവയും അഭിയും കൂടി ജോഗിങ്ങിനൊക്കെ പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ ഒരു സംഭവം കേൾക്കുന്നു കേട്ടോ. വർഷ രാഹുലിൻ്റെ കാമുകിയാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ശിവയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. സത്യമാണോ വർഷ നീ പറയുന്നത്? നീ രാഹുലിൻ്റെ കാമുകിയാണോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. നല്ല സന്തോഷമായിട്ടുണ്ട്. ഹരിതയ്ക്കാണെങ്കിലോ അപ്പോൾ ഒന്നുകൂടി ദേഷ്യം കൂടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ നിന്നെ ഞാൻ എന്താ ചെയ്യണത് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഹരിത പോവാൻ നിൽക്കുമ്പോൾ ശിവ കൂടെ ചെല്ലുന്നുണ്ട്. മര്യാദയ്ക്ക് സംസാരിച്ചോട്ടോ, ഇവളെ മേത്തെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ശിവയും. പക്ഷേ എന്തായാലും വർഷയെ വെല്ലുവിളിച്ച് തെറ്റിദ്ധാരണേൻ്റെ പുറത്ത് വർഷയെ വെല്ലുവിളിച്ച് ഇങ്ങോട്ട് പോവാട്ടോ. പക്ഷെ ശിവയുണ്ടോ പുറകെ നടന്ന് വിടുന്നില്ല കേട്ടോ. അവളെ പിടിച്ച് ഓരോരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജുവിനെയും അതുപോലെ തന്നെ വർഷ കേട്ടോ. വർഷ ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഞാനാണ് രാഹുലിൻ്റെ പെണ്ണെന്നുള്ളത് എല്ലാവരും അറിയണം എന്ന രീതിയിൽ തന്നെ കേട്ടോ അഞ്ജുവിൻ്റെ സംസാരം. അതിനുശേഷം തന്നെ ചന്ദ്രദാസിനോട് വസുന്ധര പറയുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞതോടുകൂടി തന്നെ വർഷ രാഹുലിൻ്റെ അതായത് വിക്രമിൻ്റെ മകൻ്റെ കാമുകിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. വർഷയെ രാഹുലിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം, എന്നിട്ട് വേണം എനിക്ക് അതിലൂടെ പ്രതികാരം തീർക്കാൻ എന്ന മട്ടിൽ തന്നെ കേട്ടോ വസുന്ധര പുതിയൊരു പ്ലാനിങ് ഒരുക്കുന്നത്. ഇത് ചന്ദ്രദാസ് കേൾക്കുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വർഷയെ കൊണ്ടുപോകാൻ നടന്നപ്പോൾ ഈ വർഷയുടെ കല്യാണം കൂടേണ്ട ഒരു അവസ്ഥയായിരിക്കും എനിക്ക് എന്ന രീതിയിലായി കേട്ടോ. പക്ഷേ പാവം വിവേക് ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് നിൽക്കാട്ടോ. ഒരു നിസ്സഹായനെ പോലെ ഒന്നും സംസാരിക്കാൻ പറ്റാതെ വർഷയെ തനിക്ക് കൈവിട്ട് പോകുമോ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. പക്ഷേ തൻ്റേത് മാത്രമാക്കി തീർക്കണമെന്നാണ് തന്നെയായിട്ട് വിവേക് ആഗ്രഹിക്കുന്നത്. പക്ഷേ സത്യാവസ്ഥ വിവേക് ഇനിയും തിരിച്ചറിയാനുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ കഴിയുന്നത്. നല്ലൊരു എപ്പിസോഡ്